വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ളോഗ്. ഇത് ഞങ്ങളുടെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. രാവിലെ എണ്ണിട്ട് തന്നെ ഉറക്കച്ചടവ് മാറാൻ കുറച്ച് സമയം എടുക്കും. പിന്നെ എണ്ണിട്ട് കഴിഞ്ഞ് എൻ്റെ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് ഉണ്ണിച്ചേട്ടനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണ്ണിപ്പിക്കുക. പിന്നെ ഞങ്ങൾ രണ്ടുപേരൂടെ ബെഡ്ഷീറ്റൊക്കെ വിരിക്കാറ്. നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? പിന്നെ ഞങ്ങൾ ബ്രഷ് ചെയ്തിട്ട് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ ഒന്ന് പോയി അവിടെ എല്ലാം ഒന്ന് നോക്കിയിട്ട് അവിടെ കുറച്ച് നേരം ഇരിക്കും. ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ പരിസരമൊക്കെ കേട്ടോ. നല്ല രസം രാവിലെ എണ്ണിട്ട് ഇവിടെ നിന്ന് ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാൻ. ഉണ്ണിച്ചേട്ടൻ പതിവ് തെറ്റാതെ പിന്നെ ഉണ്ണിച്ചേട്ടൻ കുറച്ച് കളർ മീനെ വളർത്തുന്നുണ്ട്. പിന്നെ 3 നേരം മരുന്ന് കഴിക്കുന്ന പോലെ അതിനകത്തോട്ട് തലയും കുത്തിയിട്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ഞാനും അമ്മയും ചോദിക്കും, ഈ 3 നേരം എന്തത്തിനാടെ ഇങ്ങനെ തലയും കുനിച്ചിട്ട് ഇരിക്കുന്നതെന്ന് ചോദിക്കാൻ പറയാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, വിളിച്ചില്ലേലും അവിടെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ശരിയായിരിക്കും, ബോയ്സിനൊക്കെ കൂടുതലും ഇതിനോടൊക്കെയല്ലേ താല്പര്യം, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. ഇവനാണ് കേട്ടോ പാത്തൻ. ഞങ്ങളുടെ വീട്ടിലവർ അങ്ങനത്തെ പോലെ തന്നെയാണ് ഇവനും. ഉണ്ണിച്ചേട്ടൻ 3 നേരം ആ മീനിൻ്റെ അടുത്ത് പോയി കുത്തിയിരിക്കുന്നെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് 4 നേരം ഇരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട്. എൻ്റെ ഫസ്റ്റ് ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചായക്ക് വെള്ളം വെക്കാൻ പറഞ്ഞു. അച്ഛനെ രാവിലെ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് അമ്മ രാവിലത്തെ കാപ്പിക്കുള്ള ഏകദേശം എല്ലാം ഒതുക്കി വെച്ചേക്കും. പിന്നെ ചായയും തിളയ്ക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുക. ഇത് പിന്നെ കീഴി നിന്ന് കഴിഞ്ഞാൽ തിളയ്ക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ തിളച്ച് മറിയുന്നത് കാണാം. ഇതാണ് കേട്ടോ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഞങ്ങളുടെ കുഞ്ഞു വീട്. രാവിലെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന കുറച്ച് നേരം നാട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ചുരുക്കം പറഞ്ഞാൽ കൊതിഞ്ഞണയാട്ടോ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഞങ്ങളെ പരിചയപ്പെടുത്തിയില്ലല്ലോ. എൻ്റെ പേര് സായന്തന, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അലൻ സുരേഷ്. പിന്നെ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് കേട്ടോ. അച്ഛൻ ജോലിക്ക് പോയേക്കും. അച്ഛനെ വേറൊരു വീട്ടിലൂടെ കാണിച്ചു തരാം കേട്ടോ. കാണുമായിരിക്കും ഇങ്ങനെ 2 കളറില്, പക്ഷെ ഇത്രയും പൂ ഇങ്ങനെ വരത്തില്ല. അതിനെ വലിച്ചു കീറി ഓപ്പറേഷൻ ചെയ്തിട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ ഞങ്ങളടുത്ത് നോക്കിയത്. ഇനി കുളിക്കാനുള്ള തയ്യാറെടുപ്പ്. എണ്ണയൊക്കെ തേച്ചിട്ട് കുറേ നാളാകുന്നു. മുടിയൊന്നും ഇപ്പം അങ്ങനെ ശ്രദ്ധിക്കാറ് പോലുമില്ല. ഇനിയൊന്നും മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ കുളിക്കാൻ പോകുമ്പോഴത്തേക്ക് അമ്മ തുണിയെല്ലാം ഞരടി പിഴിഞ്ഞിടും. പിന്നെ എൻ്റെ ജോലി എന്ന് പറയുന്നത് തുണി വന്ന് ഞരടി പിഴിഞ്ഞിടണം. പിന്നെ അമ്മയും ഞാനും കൂടെ പോയി തുണിയെല്ലാം തിരിച്ചിടും. കുളി കഴിഞ്ഞ് മറക്കാതെ ചെയ്യുന്ന കാര്യം നെറ്റിക്ക് കുളിയിടുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകത്തുള്ളൂ. എല്ലാ ദിവസവും അമ്മ ഇങ്ങനെ ബക്കറ്റിലോട്ട് തുണി അഴുകി ഇടുമ്പോൾ ഏതെങ്കിലും ഒരു തുണി താഴെ ഇട്ടിരിക്കും അമ്മ. തുണി കഴുകിക്കഴിഞ്ഞ് ഇനി അടുത്ത പരിപാടി കാപ്പി ഉണ്ടാക്കാൻ പോവാം. ഇന്നിവിടെ അപ്പവും ചമ്മന്തിയും. അമ്മ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ ചമ്മന്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്ത് ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ കാണ്ടടാ നോക്കുന്നു മഴ പെയ്യുന്നു. അല്ലേലും അങ്ങനെ ഞങ്ങൾ തുണി കഴുകി ഇട്ട് കഴിയുമ്പോൾ തന്നെ മഴ പെയ്തിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തുണി പെറുക്കാൻ വേണ്ടി ഓടി പെരമണ്ടയ്ക്ക്. പിന്നെ അപ്പവും ചമ്മന്തി ആവുന്നിടം വരെ ഞങ്ങളിങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിൽക്കുന്നു. അമ്മ എൻ്റെ ഇടയ്ക്ക്
ഇടയ്ക്ക് കോമഡിയൊക്കെ പറയുന്നുണ്ട്. അതും കേട്ടാണ് ഞങ്ങൾ ഈ നിന്ന് ചിരിക്കുന്നത്. അമ്മ 2 ടോപ്പ് ഓർഡർ ചെയ്ത്, ചെടി ഓർഡർ ചെയ്തെന്നൊക്കെ നിന്നുകൊണ്ട് പറയുക. അത് എനിക്കുള്ളതാണ് നിനക്കുള്ളതല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കിക്കൊണ്ട് ഇന്ന് സംസാരിക്കുക. അപ്പോഴാണ് നമ്മുടെ മീൻകാരനച്ഛൻ വന്ന് എന്നെ വിളിക്കുന്നത് കേട്ടത്. മഴ ആയതുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നും പറഞ്ഞ് അച്ഛൻ വീണ്ടും വാവിക്കലോട്ട് വന്നു. അച്ഛൻ്റെ കയ്യിൽ അയിലയും ചൂടേ ഉള്ളായിരുന്നു. ഞങ്ങൾ അയില മേടിച്ച് ഗൂഗിൾ പേ ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഗൂഗിൾ പേ ഒന്നും ഇല്ല മോളെ, മരുമോൻ്റെ നമ്പറിലോട്ട് ചെയ്താൽ മതി. മീനെല്ലാം മേടിച്ച് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയത്. അമ്മ ഇപ്പം കണ്ടോളെ അത് കഴിച്ചിട്ട് പറയും സൂപ്പറാണ്. രാവിലെ ചായ കുടിച്ചതാണ്, പിന്നെ കട്ടൻ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ കട്ടനും അങ്ങിട്ട്. പിന്നെ കഴിപ്പും കാര്യം പറച്ചിലൊക്കെ ആയി അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കലത്തേക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പില്ല. അമ്മ എപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു മോളെ സവാളയും വെളുത്തുള്ളിയും ഇല്ല, 2 പേരുടെ കടയിൽ പോയിട്ട് വരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരുടെ കടയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ആശയിൽ എൻ്റെ ഒരു ടോപ്പ് കിടക്കുന്നു. പറയാം അച്ഛൻ്റെ പുതിയ ടോപ്പാണ്, എല്ലാവരും കണ്ടോ എന്ന് ചോദിച്ച് എന്നെ കളിയാക്കും. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ അമ്പിളി ആൻറ്റിയുടെ കട. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഒരുപാട് ദൂരെയൊന്നുമല്ല, അടുത്ത് തന്നെ ആ കട. അങ്ങനെ വീട്ടിൽ വന്ന് ഇനി മീൻ കറി വയ്ക്കാൻ വേണ്ടി പോവാം. മീൻ കറി വയ്ക്കുന്ന ഡ്യൂട്ടി എനിക്കുള്ളതാണ്. ചിലപ്പോൾ അമ്മ മീൻ വെട്ടിത്തരും, ഞാൻ കറി വയ്ക്കും. ചിലപ്പോൾ ഞാൻ മീൻ വെട്ടിക്കൊടുക്കും, അമ്മ കറി വയ്ക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഓരോരുത്തരോരോരോ ജോലി ചെയ്യുക. മീൻ വെട്ടാൻ വേണ്ടി മീൻ എടുത്ത് വെച്ചേക്കുന്നു. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വെണ്ടയ്ക്ക എല്ലാം കഴുകിയും വെച്ചമ്മ. ഞാൻ വിചാരിച്ച് മീൻ വെട്ടുന്നതിന് മുമ്പ് അതിന് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞ് വെക്കാമെന്ന്. അതാവുമ്പം എളുപ്പമാണല്ലോ, മീൻ വെട്ടിക്കൊണ്ട് നമുക്ക് കറി വെച്ചാൽ മതിയല്ലോ. അയല ആയതുകൊണ്ട് ഒരുപാട് പാടൊന്നുമില്ലായിരുന്നു വെട്ടാൻ, പെട്ടെന്ന് വെട്ടിയെടുത്തു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഓർഡർ ചെയ്ത ടോപ്പുമായിട്ട് ആ ചേച്ചി വന്നു. അവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ടോപ്പ് വന്നേന്ന്. അതിൻ്റെ ഇടയ്ക്ക് താഴെ കറണ്ട് ബില്ല് കൊണ്ടുവന്നിട്ട് അതൊക്കെ എടുത്ത് പൊക്കി കാണിക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യത്തിനേക്കാളും കുറവാണ് കറണ്ട് ബില്ല്. അതാ കേട്ടോ ഇത്ര സന്തോഷം. കറണ്ട് ബില്ല് 1566 രൂപ. അമ്മ ഇരുന്നിട്ടുണ്ട് ആ ചേച്ചിയുടെ കൂടെ അവിടെ. ഇനി ഇപ്പോഴെങ്ങും നോക്കണ്ട, ഇപ്പോഴെങ്ങും എണ്ണിട്ട് വരത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ആ ചേച്ചി വണ്ടിയെ നൂറിട്ട് വേണ്ട കഷ്ടം ഒരുപാട് മുറിഞ്ഞായിരുന്നു ആ ചേച്ചിയുടെ കൈ. കള്ളി കള്ളം പറഞ്ഞത് അമ്മയ്ക്ക് ആ ടോപ്പൊന്ന്. എനിക്ക് ആ ടോപ്പ് മൊത്തം എൻ്റെ അമ്മയമ്മ എനിക്ക് സർപ്രൈസ് തന്നതാണ്. എനിക്കെല്ലാം അറിയാമോ ഇതൊന്നും? ഒന്നും എനിക്ക് ഓർഡർ ചെയ്തിട്ടില്ല. വണ്ണം കിട്ടുമെന്ന് അറിഞ്ഞില്ല. അത് കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അയ്യോ ഇതല്ലേ എന്നോട് ഇതിന് വരാൻ വേറെ ടോപ്പും അത് ടോപ്പ് ഇതും കൂടെ ഉള്ളേ. അത് കൊള്ളാം കേട്ടോ.
ഇതും കൊള്ളാക്കുന്നു. ഇത് കൊള്ളാം, വീട്ടിൽ ഇടാൻ കൊള്ളാം. പിള്ളേർക്കൊക്കെ അങ്ങനെ നോക്കിയാ ഞാൻ എടുത്തത്. മാറി തിരിഞ്ഞൊക്കെ കൊണ്ടുപോകാം. എനിക്കെന്നാ ഇതാ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇത് ഇത്ര ഇഷ്ടപ്പെട്ടു, അത് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾ ഇതായിരിക്കും ഏറ്റവും ഗൈസ് നിങ്ങൾ പറ, ഇതിനകത്ത് ഏതാ നല്ലത്? ഇട്ടോണ്ട് വന്നേടി നീ. ഇട്ടപ്പ രസമുണ്ട് കേട്ടോ. അമ്മ ആ ആ അത് കൊള്ളാം കേട്ടോ. കഴുത്ത് നേരെ വെച്ചത്, കഴുത്ത് കഴുത്ത് കൊള്ളാം, ഒരു വൃത്തിയുണ്ട്. വെള്ള പാന്റ്, അതിന്റെ പാന്റ് തന്നെയാണ് ഇട്ടേക്കുന്നത്. കൊള്ളാം. ആ ഇത് കൊള്ളാം കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞങ്ങൾ കറിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരിടം വരെ പോകണമായിരുന്നു. അതുകൊണ്ട് ബാക്കിയെല്ലാം അമ്മ ചെയ്തോളാം എന്ന് പറഞ്ഞു. പോയി റെഡി ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡി ആവാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ കൂട്ടുമാതൊക്കെ പാലം എത്തി. ഈ പാലം അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു പാലമാണ്. ഈ പാലത്തിൽ നൈറ്റ് വന്നിരിക്കാൻ നല്ല രസമാണ്. സൈഡിലൊക്കെ കുറേ ലോക്കൽ ഫുഡ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ കായംകുളക്കാരുടെ ഒരു ഈവനിങ് സ്പോട്ടാണിത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞങ്ങളുടെ നമ്പർ ആവുന്നിടം വരെ ബോറടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഗെയിമും കളിച്ചുകൊണ്ട് അവിടെ കുറേ നേരം ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടുന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. അവിടെ അച്ഛൻ്റെ വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുന്നുണ്ട്. അപ്പം അത് വർക്ക്ഷോപ്പിൽ കൊടുക്കണം. അതെന്താ പ്രശ്നമെന്ന് അറിയത്തില്ലല്ലോ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 6 മാസമായപ്പോൾ വണ്ടി ഓൺ ആക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റാർട്ട് ആവാതിരിക്കുക. അതൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി ഞങ്ങൾ വർക്ക്ഷോപ്പ് വരെ വണ്ടി ഒന്ന് കൊണ്ടുപോകും. എൻ്റെ അച്ഛൻ്റെ വണ്ടിയായിട്ട്. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 6 മാസമായപ്പോൾ ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. 1 വർഷം കൊണ്ട് വണ്ടി ഇങ്ങനെ എടുക്കാതെ വെച്ചിരുന്നു ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അതിന് ഞങ്ങൾ ശരിയാക്കാൻ വേണ്ടി ഉരുട്ടിക്കൊണ്ടുപോവാം. പാവം തെള്ളി കുഴഞ്ഞു കേട്ടോ. കഷ്ട ചിരിയുണ്ടോ. ഉരുട്ടി പകുതിയായി. കുറച്ചുകൂടെ പോകണം വണ്ടി കൊണ്ട് കൊടുക്കാൻ. ഇച്ചിരിയൂടെ പോകണം. പിന്നെ ഒന്നുമില്ല. എങ്ങനുണ്ട് ഉരുട്ടിയിട്ട്? ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് ഉരുട്ടാന്ന്. അപ്പം വേണ്ട, ഈ വണ്ടി ശരിയാക്കി എടുക്കണം. മൊത്തം എന്താ പൊടിയായിരിക്കും ഓക്കെ. അച്ഛൻ മരിച്ചിട്ട് 6 മാസമല്ല, അതിന് മുമ്പ് തൊട്ടേ വണ്ടി ഓണാവാതെ ഇങ്ങനെ ഇരിക്കുക. അച്ഛനുള്ളപ്പോൾ തന്നെ വണ്ടിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്ത് വെക്കുമായിരുന്നു. ഇപ്പോൾ എത്തും വർഷം ഉണ്ട്. അത് എന്താ ഇപ്പോൾ എത്തുന്നുണ്ട് ഇവിടെ എന്താണ് പ്രശ്നമെന്ന് ഇവിടെ ഇവർ നോക്കിയിട്ട് സ്ഥിരീകരിച്ചിട്ട് വേണം വേറെ പോവാൻ. ഇവിടെ എന്തോന്ന് കൊടുത്ത് നോക്കട്ടെ. വണ്ടി കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ പ്ലഗും കുറെ നാള് ഓടിക്കാതിരുന്നത് കൊണ്ട് അതിന്റെ പ്ലഗും സാധനങ്ങളെല്ലാം അടിച്ചുപോയി. പൂരും പഠിച്ച് ദ്രവിച്ച്
ഭയങ്കര ഇതായിട്ടിരിക്കുക. അപ്പം അച്ഛനുള്ള സമയത്ത് തന്നെ അത് സ്റ്റാർട്ട് ആവത്തില്ലായിരുന്നു. പിന്നെ ഇപ്പൊ അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 6 മാസം കഴിഞ്ഞില്ല. പിന്നെ 1.5 വർഷത്തിന് മുകളിലായും പിന്നെ സ്റ്റാർട്ട് ആവാതിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം പിന്നെ നമ്മൾ വർക്ക്ഷോപ്പുകാരനെ വിളിച്ചുകൊണ്ട് ഇത് ബാറ്ററി കടയിലായിരിക്കുന്നത്, അവിടെ കൊണ്ട് നമുക്ക് വണ്ടി കൊടുക്കണം. എന്തായാലും ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പോൾ ഗൈസ് ഇവളൊരു മടിച്ചിയാ ഗൈസ്. ഇവൾക്ക് നടക്കുന്ന ഇഷ്ടമല്ല. അതിന് ഉരുട്ടുകാരാ നീയല്ലല്ലോ ഉരുട്ടുക. എന്റെ ഞാൻ കളഞ്ഞില്ല. ഇവള് മടിച്ചിയാ ഗൈസ്. ഉള്ള പൂച്ചക്കായും ഒക്കെ തിന്നുന്നതാണ് ഇവിടെ ഹോബി. എനിക്കിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. പൂച്ചക്ക, ചാമ്പയ്ക്ക, ഡബ്ലോളി, അമ്പഴങ്ങ, മാങ്ങ. ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇവിടെ കണ്ടുവരുന്ന അട്ടയായത്. നിങ്ങളുടെ അവിടെ ഉണ്ടോ ഈ അട്ട? ഇത് അച്ചുവിൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയാണ് ഗൈസ്. ഇപ്പോഴത്തെ അൽഗ്രഹത്തിന് വരുന്ന വഴിക്ക് അച്ചാറ് കട ഉണ്ട്. അവിടെ കയറി മത്തി അച്ചാറ് മേടിച്ച് അങ്ങനെ വീട്ടിൽ വന്ന് ഒത്തിരി താമസിച്ചാണ് വന്നത്. ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വണ്ടിയൊക്കെ കൊടുത്ത് വന്നപ്പോഴത്തേക്ക് ഒരുപാട് താമസിച്ചാണ് ഫുഡ് കഴിച്ച്. എനിക്ക് ഇങ്ങനെ കുറച്ച് ഹോബീസൊക്കെ ഉണ്ട്. ബോറടിച്ചിരിക്കുമ്പോൾ ഈ ഡൂഡിൽ ആർട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ വരയ്ക്കും. നിങ്ങൾക്കുണ്ടോ ഇങ്ങനെ ഹോബീസൊക്കെ? ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അങ്ങനെ വരപ്പൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ റീലെടുക്കാനുള്ള ടൈമാണ്. ഞങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ വീഡിയോയുടെ ഫൈനൽ ഔട്ട് കാണണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടിലൊന്ന് കയറി നോക്കിയേരെ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അവിടെ ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുക. വല്ലാതെ ഇങ്ങനെ നോക്കും. അന്നേരം അച്ഛൻ പടിയിലേക്ക് കിടക്കുമ്പോൾ അമ്മ സ്നേഹത്തോടെ ഇങ്ങനെ തഴവി ഇരിക്കല്ലേ, കൈ നിട്ടങ്ങ് പറഞ്ഞു. പ്രായമായില്ലേ, പോത്ത് പോലെ പറഞ്ഞു. നമ്മളെ പടി കിടക്കാൻ പറ്റും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വിളക്ക് എത്തിക്കേണ്ട സമയമായി. എനിക്ക് ഇവിടുത്തെ മിറ്റം തൂക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമാണ് തൂക്കാൻ. അങ്ങനെ ഓരോരുത്തരും ജോലിയിലായിട്ട് ഉണ്ണിച്ചേട്ടൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പോയി. അമ്മ വിളക്ക് തേക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടെല്ലാം പോയി. ഇനി ചായ കുടിക്കാൻ ഇച്ചിരി താമസിച്ചു. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം പറഞ്ഞെല്ലാം കിടക്കുക. അപ്പോഴേക്കും അമ്മ വിളക്കെല്ലാം കത്തിച്ച് നാമം ചെല്ലാൻ വേണ്ടിയിരുന്നു. ഞാൻ കൈകൊട്ടിക്കളിക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ പോകുന്നതൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റിയില്ല. അതൊക്കെ അടുത്ത വീഡിയോയിലൂടെ കാണിക്കാം. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അച്ഛനും വന്നായിരുന്നു. പിന്നെ കുറച്ച് നേരം അമ്മയായിട്ടിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടൊക്കെ മാറി കിടന്നു. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. പിന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കത് പറഞ്ഞു തരണം. എന്നാലേ ഞങ്ങൾക്ക് അടുത്ത വ്ളോഗിൽ അത് തിരുത്തി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ കണ്ടവർക്ക് നന്ദി.